വൈബൊക്കെ ഉള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഏരിമൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ വ്ളോഗിലുള്ളത്. കണ്ടു നോക്കൂ. ഹേ ഗൈസ്, പൂരത്തിന് പോകാനായിട്ട് ഒരു 12 മണിയായപ്പോഴേക്കും ഞാനും മക്കളും വെല്ലിശൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. വല്യമ്മയുടെ അനിയത്തിമാർ വന്നിട്ടുണ്ട് പൂരത്തിന്, 2 പേര്. ചിനു ബേബിയും ടീമൊക്കെ അടിപൊളി ലുക്കിൽ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഒരു മാമയുടെ പേരക്കുട്ടിയാണ് ഇവരുടെ കൂടെ ഉള്ളത്. എല്ലാവരും മാവിൻ ചോട്ടിൽ പോയി ഇരിക്കുന്നുണ്ട്. എവിടേക്കാ? ആ ചിണ്ടവാ, ചിണ്ട പിണങ്ങിയിരിക്കുകയാണല്ലേ. വാ. ഗരുഡൻ പറവയ്ക്കായിട്ട് വേഷമിടുന്നതാണ് ഈ കാണുന്നത്. മധ്യ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ പറവ അഥവാ ഗരുഡൻ തൂക്കം. ഇതിനായിട്ട് പുരുഷന്മാര് ഗംഭീരമായിട്ടുള്ള മേക്കപ്പ് ഇടുന്നു, ചടുലമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഉജ്ജ്വലമായ ക്ഷീരവസ്ത്രവും അണിയുന്നു. മുഖത്തെ മേക്കപ്പിനായിട്ട് ഉപയോഗിക്കുന്ന മഷിയും മറ്റു കളേഴ്സും എല്ലാം തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പിഗ്മെന്റ്സ് കൊണ്ടുണ്ടാക്കുന്നതാണ്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഇത് കൂടുതലായും നടത്തുന്നത്. ഇതിന്റെ ഐതിഹ്യത്തിലോട്ട് ഞാൻ വീണ്ടും വരാം. അതിനിടയ്ക്ക് വേറൊരു ടീമിന്റെ കരിങ്കാലി എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം എടുത്തു, കാരണം എനിക്ക് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ടീമിൻ്റെ മേളൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് പോന്നു. പിന്നീട് നമ്മൾ പാടത്ത് നിൽക്കുമ്പോൾ ഇവർ പോകുന്നത് കണ്ടിരുന്നു. ആ വീഡിയോ ഞാൻ എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 18 ദേശക്കാരുടെ പൂരമാണ് ഏരിമൽ പൂരം. അതുകൊണ്ട് തന്നെ പല ടീമിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും മേളൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സീനിയേഴ്സിൻ്റെ മേളാണ്. വയലത്തൂർ കാസ്ട്രോ പൂരാഘോഷ കമ്മിറ്റിയാണ് നമ്മുടെ ടീം. ലീലുവിനെ കണ്ടപ്പോൾ പപ്പ അവിടെ പോയിരുന്നു. പിന്നെ മേളം കാര്യമായിട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ വന്ന് നിന്ന് കാണാണ്. അപ്പോൾ നമ്മുടെ ഈ ഗരുഡൻ പറവയുടെ വേഷമണിഞ്ഞിട്ടുള്ളത് കാളികേയ കലാസമിതിയുടെ ആളുകളാണ്. ടീമിന്റെ പൂരം ഇങ്ങനെ അമ്പലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനും പപ്പയും ചിന്തയും എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടയ്ക്ക് കൊണ്ടുവച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഡാൻസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വണ്ടി വെക്കാൻ പോയപ്പോഴാണ് ജംഗ്ഷനിൽ വേറൊരു ടീമിൻ്റെ ആഘോഷം കണ്ടത്. അങ്ങനെ അതൊന്നൊക്കെ നോക്കി നിന്ന് തിരിച്ച് വീണ്ടും ടീമിനൊപ്പം ചേർന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ചേച്ചിയും അമ്മുമൊക്കെ ഇവിടം തൊട്ട് അമ്പലം വരെ ഡാൻസൊക്കെ ആയിട്ട് ഫുള്ള് വൈബിലായിരുന്നു. ഞാനാണെങ്കിൽ അവിടെയും കാണും ഇവിടെയും കാണും, ഒരു കുമ്പിടിയായിരുന്നു. അവർക്കൊപ്പം കിങ്ങിനിയും അച്ചും അമ്മൂൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ. വല്യമ്മയും ചേട്ടനും ചിനു ബേബിനെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്, എടുത്തൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പു ആ ടീമിൻ്റെ കൂടെ നല്ല ഡാൻസിലാണ്. ഇവർ 2 പേരും അവിടം വരെ നടക്കില്ല. അപ്പോൾ കാലൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ 2 പേരെ എടുക്കൽ പോസിബിൾ അല്ല. പിന്നെ ഹസ്ബൻഡൊക്കെ വന്ന് വല്ലപ്പോഴും എടുത്താലായി, ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്ത് വണ്ടി ഇടയ്ക്ക് കൊണ്ടുവച്ചു. പിന്നെ വല്യമ്മയ്ക്ക് ആണെങ്കിൽ ചിനു ബേബിനെ എടുക്കണം, ചേട്ടനാണെങ്കിൽ അവർ 2 പേരും മാറി മാറിയാണ് എടുത്ത് നടന്നിരുന്നത്. ഹസ്ബൻഡിനെ പിന്നെ പൂരത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നോക്കിയിട്ട് കാര്യമില്ല, ആള് മൊത്തം ബിസി ആയിരിക്കും. അങ്ങനെ പൊപ്പയും ചിന്തയും എന്താ മാസ്കും തൊപ്പിയും ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാറ്റരുതെന്ന് പറഞ്ഞിരുന്നു, ചുമയൊക്കെ പിടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം വെച്ച് കിടന്നു കേട്ടോ പാവങ്ങൾ.
പൊപ്പ സ്വത്തുവിനെയും ടീമിനൊക്കെ കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനിതുപോലെ വണ്ടിമേൽ പോകാൻ വേണ്ടി വിളിക്കുമ്പോൾ വലിയ പിടിക്കുന്നൊന്നുമില്ല. പിന്നെ അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഒരു വീട്ടിൽ പോയി എടുത്ത കരിങ്കാളിയുടെ ടീമാണ് ഈ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പാടത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. കാരണം വേറെ കലാരൂപങ്ങളൊക്കെ ഇതിലേ തന്നെയാണ് പോവുക. ഈ ഒരു പാടവും വൈബുമാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ ഈ പൂരത്തിൻ്റെ. കാരണം ഇവിടെ ഇരുന്ന് കുറേ നല്ല വിഷ്വൽസ് എടുക്കാനായിട്ട് സാധിക്കും. ഇൻട്രോ മെയിൻലി ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറ്. അപ്പോൾ ക്യൂബൻസ് ടീമും നമ്മുടെ കാസ്ട്രോ ടീമും കൂടി കണ്ടുമുട്ടിയപ്പോഴുള്ള രംഗമാണ് ഈ കാണുന്നത്. പൊപ്പനെയും ചിന്തനെയും ഹസ്ബൻഡിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അടുത്താക്കിയിട്ടാണ് പോയത്. കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. അവരെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 2 ടീംസും ഉണ്ടായിരുന്നല്ലോ. പിന്നെ വരുന്ന വഴി ഇതാ വേറൊരു കരിങ്കാളിനെ കണ്ടു. അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഹസ്ബൻഡിനെ ഒന്ന് കണ്ടു കിട്ടിയത്. ആ സമയം കുറച്ച് ഫോട്ടോസും ഷോർട്സൊക്കെ എടുത്തു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ആള് ഇതാ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. സാധാരണ ഫോട്ടോ എടുക്കാനൊന്നും പോസ് ചെയ്യാത്ത ആളാണ്. എന്ത് തോന്നിയോ എന്തോന്നറിയില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചീനു നല്ല വൈബിലാണ്. അങ്ങനെ ഞങ്ങൾ ഇവരുടെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇനുവിനെ കണ്ടത്. അപ്പോൾ ചിൻ്റെ വേഗം മേളിൽ കയറി. കാരണം ആരെങ്കിലും ഒന്ന് എടുത്ത് കിട്ടാൻ വേണ്ടി ചിൻ്റെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗരുഡൻ പറവ ചിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ വന്നപ്പോൾ ആളൊന്ന് ഞെട്ടി. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് പേടി കുറഞ്ഞു കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഗരുഡൻ പറവയും സൺസെറ്റും പാടവും ഒക്കെ കൂടി കാണാനായിട്ട് കേട്ടോ. പാടത്ത് കൂടെ പൂരം പോകുന്നത് കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊപ്പ സ്വത്തുവിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. ആള് എങ്ങാനൊന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ സ്വത്തുവിൻ്റെ അടുത്ത് പോയി നോക്കിയാൽ മതി, കണ്ടു കിട്ടും. അപ്പോൾ അത് ആ കലേഷിനെ കണ്ടു. നമ്മൾ ലാസ്റ്റ് ബി സിനിമാസിൻ്റെ DJ നൈറ്റിൽ ആളുടെ ഡാൻസ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണ്. ചേച്ചി ആളുകൾ പൊങ്കാലിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞു ഇല്ല കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേഗം വണ്ടിയിൽ വന്ന് ക്ഷേത്രത്തിലത്തെ പരിപാടികൾ കാണാമെന്ന് വിചാരിച്ചു. അവർ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയം ഞാൻ വീഡിയോസ് എടുത്ത് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ടീം എത്താൻ ഇനി ഒരുപാട് നേരം എടുക്കും. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ പാടത്തുനിന്ന് ഇങ്ങോട്ട് എത്താനായിട്ട്. കുരഞ്ഞൂർ കിണർ ടീമിൻ്റെ പൂരാഘോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. പല ടീമിൻ്റെയും പൂരങ്ങൾ വന്ന് കയറുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്കിനി കണ്ടു നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. ഇത് ആനകളൊന്നും ഇല്ലാത്ത പൂരം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മക്കളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ ഉള്ളിലൊരു ഭയമാണ്. ഇപ്പോൾ സ്ഥിരമാണല്ലോ പൂരത്തിനിടയിൽ ആന ഇടയുന്ന വാർത്തകളൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് മക്കളെ ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവർക്ക് വിശക്കുന്നുണ്ടാവും, സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എങ്കിലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് വെച്ചു. ചാവക്കാട് താലൂക്കിലെ കുരഞ്ഞൂർ എന്ന സ്ഥലത്താണ് ശ്രീ ഏരിമൽ ഭഗവതി ക്ഷേത്രമുള്ളത്. ഇവിടെ ഭഗവതി ആര് വന്ന് വിളിച്ചാലും വിളി കേൾക്കും. അതായത് ജാതി മത ഭേദമന്യേ ആർക്കും വന്ന് ഈ ക്ഷേത്രത്തിൽ തൊഴാവുന്നതാണ്. ഞാൻ മുൻപും ഇവിടുത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് കണ്ടു നോക്കാം. ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ബൂസ്റ്റാണ് വാങ്ങിച്ചു കൊടുത്തത്. ഞാനും അത് തന്നെ കഴിച്ചു. കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ച് വെറുതെ ചുമയും പനിയും വിളിച്ച് വരത്തണ്ടെന്ന് കരുതി അങ്ങനെ അതൊക്കെ കഴിച്ച് ഉഷാറായപ്പോൾ വീണ്ടും അവിടുത്തെ കലാരൂപങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കണ്ടു നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പൂരവും ഈ വൈബൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. അങ്ങനെ
അപ്പോൾ ഓരോരോ കാഴ്ചകളും നമ്മളിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് എൻ്റെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഇതാ തിരിഞ്ഞു നോക്കി പോകുന്ന ആ ടീമിലെ അവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. അപ്പോൾ അവരെ വീഡിയോ ഒന്നും അധികം എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ അവരെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചാൽ. ഇപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു മക്കളെ. അപ്പോൾ ഇതാ ആസ് യൂഷ്വൽ പൊപ്പേഞ്ചിൻ്റെ ടോയ്സ് വാങ്ങിക്കുകയാണ്. ടോയ്സ് ഇല്ലാതെ ഇവർ വീട്ടിൽ പോരില്ല. അതെല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ടീം എത്തിയിട്ടുണ്ട്. വീണ്ടും നല്ല ഫുൾ വൈബിൽ തന്നെയാണ് കേട്ടോ അവർ. ഇത്രയും നേരമായിട്ടും ഒരു ക്ഷീണമല്ലാതെ എത്തിയിട്ടുണ്ട്. ചേച്ചിയാണെങ്കിലും അമ്മു ആണെങ്കിലും കിങ്ങിനെയാണെങ്കിലും ഒക്കെ. ഞാൻ ചോദിച്ചു എങ്ങനെ സാധിക്കുന്നു? ഞാനാണെങ്കിൽ കുറച്ച് നടന്നപ്പോഴേക്കും ഒരു വിധമായി. അങ്ങനെ അവരെല്ലാ കൊല്ലം ഫുള്ള് നടന്ന് വരാറുണ്ട്. അമ്പലം വരെ അവർ ഡാൻസ് ചെയ്തിട്ട് തന്നെയാണ് വരാറ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടും. ഇതാ നമ്മുടെ ചിന്തയുടെ എൻട്രി കണ്ടില്ലേ? ഈ ഗരുഡൻ പറവയെ കുറിച്ചിട്ടുള്ള ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്. കാളിദേവി ദാരികനെ അതിശക്തമായ ഒരു യുദ്ധത്തിൽ വധിച്ച ശേഷം കാളിദേവിയുടെ ദാഹം ശമിപ്പിക്കാൻ ഭഗവാൻ വിഷ്ണു ഗരുഡനെ അയച്ചു. ഈ ഒരു ഐതിഹ്യം അനുസരിച്ച് കാളിദേവിയുടെ ഭക്തര് കാളിദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ആചാരം കൂടിയാണ് ഇത്. ഈ ആചാരകലയിൽ ഗരുഡന്റെ വേഷം ധരിച്ച പുരുഷന്മാര് താളവാദ്യങ്ങളുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നു. ചുറ്റും ആത്മീയവും നിഗൂഢവുമായ ഒരു പ്രഭാവലയം തന്നെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതാണ് ഗരുഡൻ പറവയുടെ പുറകിലുള്ള ഐതിഹ്യം. മുന്നു പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിലകൊണ്ടിരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഇത്. ഇപ്പോൾ പൂരങ്ങൾക്കും മറ്റുമായിട്ട് മറ്റു ജില്ലകളിലും ഈ ഒരു കലാരൂപത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീം ക്ഷേത്രത്തിനകത്തോട്ട് കയറി. ഇനി ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ ടീമിൻ്റെ മേളം അവസാനിക്കും. അതോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കുക, അടുത്ത ടീം വരാം. അങ്ങനെയാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ.